ഹലോ, എല്ലാവർക്കും നമസ്കാരം. വാഴപ്പിണ്ടി, ഉണ്ണിപ്പിണ്ടി, ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയുന്ന ബനാന സ്റ്റെമും വളരെ ഹെൽത്തിയായ മുതിരയും ചേർന്നിട്ടുള്ള ഒരു നാടൻ തോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ മുത്തശ്ശിമാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. ഏകദേശം 4 പേർക്ക് സെർവ് ചെയ്യാനുള്ള ഒരു തോരനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് അളവിലാണ് മുതിര എടുത്തിരിക്കുന്നത്. മുതിര വറുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും. ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മുതിര ഈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 4-5 മിനിറ്റ് നമുക്ക് ഈ മുതിരയൊന്ന് വറുത്തെടുക്കാം. മുതിരയുടെ കളർ ഒന്ന് മാറി ഇതുപോലെ ഒരു ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. മുതിര ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ വൻപയറോ പരിപ്പോ ചേർത്ത് ഈ തോരൻ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഉണ്ണിത്തണ്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഏകദേശം 250 ഗ്രാം തൂക്കം വരുന്ന ഉണ്ണിത്തണ്ടാണ് എടുത്തിരിക്കുന്നത്. ഉണ്ണിത്തണ്ടിന്റെ പുറത്തുള്ള പോളെല്ലാം ഒന്ന് ഒഴിവാക്കിയതിനു ശേഷം ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന നാരുകളെല്ലാം നമുക്ക് കൈകൊണ്ടൊന്ന് ഒഴിവാക്കാം. പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ട്രഡീഷണൽ രീതിയിൽ മുകളിൽ നിന്നും ഓരോ റൗണ്ടുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം നാരെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഉണ്ണിത്തണ്ടും മുതിരയും കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് വറുത്ത് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മുതിര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ട് വെള്ളമെല്ലാം ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 4-5 വിസിലടിച്ചെടുക്കാം. 5 വിസിലടിച്ച് പ്രഷറെല്ലാം ഒന്ന് സെറ്റിലായതിനു ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്നു വെക്കാം. 5 വിസിലടിച്ചിട്ടും വെന്തിട്ടില്ല എങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ മൂടി വെച്ച് വെന്ത് കിട്ടും വരെ 1-2 വിസിൽ കൂടി അടിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉണ്ണിത്തണ്ടും മുതിരയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനായി തുടങ്ങാം. ട്രഡീഷണൽ റെസിപ്പി ആയതുകൊണ്ട് ഒരു മൺചട്ടിയാണ് തോരൻ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 8-10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വറ്റൽമുളകാണ്. നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളകൊന്നും തന്നെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഉള്ളിയുടെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നവരെ നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം. ഉള്ളിയുടെ കളറെല്ലാം നന്നായിട്ടൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ടും മുതിരയും ചേർത്ത് കൊടുക്കാം. ഉണ്ണിത്തണ്ടും മുതിരയും വേവിക്കാനായി ചേർത്ത വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിത്തണ്ടും മുതിരയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ അധികമുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി എല്ലാം ഒന്ന് യോജിച്ച് കിട്ടാനായിട്ട് 2-3 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് തുറന്നു വെച്ച് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റ് തുറന്നു വെച്ച് വേവിച്ച് ഉണ്ണിത്തണ്ടിലേക്കും മുതിരയിലേക്കും ഉപ്പും മുളകെല്ലാം നന്നായി പിടിച്ച് നമ്മുടെ തോരനിവിടെ പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെയധികം പ്രോട്ടീൻസും അയണും കാൽഷ്യവും അടങ്ങിയിട്ടുള്ള മുതിരയും ഫൈബർ റിച്ചായ ഉണ്ണിത്തണ്ടും ചേർന്ന നല്ലൊരു നാടൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഹെൽത്തി റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്